ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ Ruchikoottuspecial. നമുക്കിന്നൊരു സ്പെഷ്യൽ പുളിശ്ശേരി തയ്യാറാക്കാം. ഒരുപാട് കഷ്ണങ്ങളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണിത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ 1 കപ്പ് വീതം കുമ്പളങ്ങ, മത്തങ്ങ, ചേമ്പ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഏകദേശം ഒരേ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കുക. ചേമ്പ് ചെറു ചേമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തൊലി കളഞ്ഞതിന് ശേഷം ഓരോന്നും 3-4 ആയിട്ട് മുറിച്ചെടുത്താൽ മതി. അതുപോലെ മത്തങ്ങ നല്ല മഞ്ഞ കളറുള്ള നാടൻ മത്തങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇടുകയാണ്. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിക്കണം. മഞ്ഞൾപ്പൊടി ഇതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. കഷ്ണത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത്ര അളവിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. മത്തങ്ങയൊക്കെ പെട്ടെന്ന് വേകുന്ന കഷ്ണങ്ങളായതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3-4 ചെറിയ വെളുത്തുള്ളി, ഒരു 6-7 ചുവന്നുള്ളിയും ചേർക്കാം. അതിനുശേഷം എരിവിന് ആവശ്യമുള്ള കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നല്ല മയത്തിൽ ഇത് അരച്ചെടുക്കണം. അപ്പോൾ കാന്താരി മുളകിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. പച്ചമുളക് ആണെങ്കിൽ കഷ്ണം വേവുന്നതിൻ്റെ കൂടെ ഒന്ന് കീറിയിട്ടാലും മതി, അരപ്പിൻ്റെ കൂടെ ചേർക്കണം എന്ന് ഇല്ല. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം വെന്ത് ചാറ് നന്നായിട്ടൊന്ന് കുറുകി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ചേർക്കാം. ആ കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം. വെള്ളം ഒരുപാടായി പോകണ്ട, കാരണം അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഇതൊന്ന് തിളച്ചാൽ മതി. അപ്പോൾ വെള്ളം ഒരുപാട് ചേർത്താൽ പിന്നെ നമ്മൾ തിളപ്പിച്ചത് വറ്റിക്കേണ്ടി വരും. അപ്പോൾ അരപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പച്ച ചുവയൊന്ന് പോകണം. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് അരപ്പ് നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 3/4 ലിറ്റർ തൈരാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിൽ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതാണ്. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. തൈര് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഉപ്പ് നോക്കാം. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഒന്ന് ചേർക്കാം. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് പത വരുന്നുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം കടുക് താളിക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി ഉലുവ മൂത്തൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില 3-4 തണ്ട് ചേർക്കാം. ചുവന്നുള്ളി ഒരു 6-7 എണ്ണം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. വറ്റൽമുളക് വേണമെങ്കിൽ ഈ കൂടെ തന്നെ 1-2 വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചുവന്നുള്ളിയൊക്കെ മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. ഇത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ ഇത് തയ്യാറാക്കിയ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ പുളിശ്ശേരിയിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എടുക്കാറില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ പുളിശ്ശേരിയാണ്. അപ്പോൾ ആ ചുവന്നുള്ളിയുടെ ടേസ്റ്റൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകും. അതുകൊണ്ടാണ് കടുക് താളിക്കാനും ധാരാളം ചുവന്നുള്ളി എടുത്തത്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി തയ്യാറായി.
ഞാൻ ആ കടുക് താളിച്ച് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇത് ഉണ്ടാക്കി അന്ന് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും പിറ്റേ ദിവസത്തിനൊക്കെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്കിത് 3-4 ദിവസം കേടുകൂടാതെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.